എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. കങ്കുവ കങ്ക കങ്ക കങ്കുവ ഒന്നുകൂടി വിളിച്ചു. കങ്കുവ സിനിമയുടെ റിലീസിന് ശേഷം പലതും സംഭവിക്കുന്നുണ്ട്. ആദ്യത്തെ ദിവസം വളരെ നെഗറ്റീവ് റിവ്യൂസ് ആയിരുന്നു. ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ഒരു ആംബിയൻസ് ആയിരുന്നു. ഭീകരമായിട്ടുള്ള കമൻസുകളായിരുന്നു, നെഗറ്റീവ് കമൻസ്. എന്നാൽ ഇതൊക്കെ മാറിയിട്ട് ഇപ്പോൾ കുറച്ച് പോസിറ്റീവ് വരുന്നുണ്ട്. കാരണം തിയേറ്ററിൽ സൗണ്ട് കുറച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഉറങ്ങാൻ പറ്റുന്നുണ്ട് എന്നാണ് പലരും പറയുന്നത്. അത് ഇന്നലെ ഒരു തീരുമാനം അവരെടുത്തിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തും ഒരു 2 പോയിന്റ് കുറച്ചിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേതായാലും കുറെ പേർക്ക് നല്ല AC കിടന്ന് ഉറങ്ങാനുള്ള ഉപകാരമായിട്ടുണ്ട്. അതെ, അല്ലെങ്കിൽ ഭയങ്കര ശല്യമായിരുന്നേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇത് പറയുന്നത് ഇതിൻ്റെ സൗണ്ട് കൂടുതലാണെന്ന് മാത്രമൊന്നല്ല കേട്ടോ. അതായത് ഇതിലെ കഥാപാത്രങ്ങളെല്ലാവരും ഫുൾ അലർച്ചയാണെന്നുള്ളതാണ്. അതും അതിൽ കാര്യമുണ്ട്. അതെന്തായാലും സൗണ്ട് കുറച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അല്ലെ, ഇവര് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഈ ഭയങ്കര ശബ്ദ പ്രശ്നമാണ് അല്ലെങ്കിൽ ഭയങ്കര കോലാഹലമാണെന്ന് പറഞ്ഞപ്പോഴേ പ്രൊഡക്ഷൻ ടീമും ഈ പ്രസന്റ് ചെയ്തിരിക്കുന്ന ടീമൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി സൗണ്ട് കൂടിപ്പോയതിന്റെ പ്രശ്നമാണ്, അല്ല മിക്സിങ്ങിന്റെ പ്രോബ്ലം ആണ് അവരും പറഞ്ഞേക്കുന്നത്. അത് മിക്സിങ്ങിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞത്. ആ പ്രശ്നമല്ല, അത് മാത്രമല്ല പ്രശ്നം. സൗണ്ടിന്റെ വിഷയത്തില് ശരിയാണ്. 105 ഡെസിബിളായിട്ട് ഏതിലോ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫോട്ടോ വരെ പുറത്തു വന്നിട്ടുണ്ട്. അത് ശരിയാണ്, അതവിടെ ഇരിക്കട്ടെ. അത് മാത്രമല്ല ഇതിൻ്റെ ശല്യം. ഇതിലെല്ലാ കഥാപാത്രങ്ങളും സാധാരണ സംസാരിക്കുന്ന രീതിയല്ല. ഭയങ്കരമായിട്ട് അതായത് ഒരു മീറ്റർ ഉണ്ട്, എപ്പോഴും എന്തിനും ഒരു മീറ്റർ ഉണ്ട്. ആ മീറ്ററിൻ്റെ അപ്പുറത്തേക്ക് ചില സമയങ്ങളിൽ കടന്നു പോകണം. എന്നാൽ ആ മീറ്ററിൻ്റെ അപ്പുറത്തും കടന്നതിൻ്റെ അപ്പുറത്തെത്തിയിട്ട് ഭീകരമായ ലെവലിലേക്ക്, അതായത് എല്ലാ കഥാപാത്രങ്ങളും നിന്നിട്ട് അങ്ങനെ ഓളിട്ടുകൊണ്ടിരുന്നല്ല എങ്ങനെ ഉണ്ടാവും. അതായത് ഈ 2 കാലഘട്ടം കാണിക്കുന്നുണ്ട്. ഈ 2 കാലഘട്ടത്തിൽ സംസാരിക്കുന്ന ആൾക്കാർക്കും ഒരേപോലെ. ആ പഴയ കാലഘട്ടത്തിൽ കാണിക്കുന്നവർക്കും 1 മീറ്റർ ഉണ്ട്, പുതിയത് കാണിക്കുന്നവർക്കും 1 മീറ്റർ ഉണ്ട്. ഇത് രണ്ടിലും മഹാ അലമ്പ്. അതാണ്, ആ മീറ്റർ കടന്നുപോയി. അതാണ് സത്യം, അതാണ് പ്രശ്നം. പിന്നുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒന്നിനും ഒരു അടുക്കും ചിട്ടിയില്ല. ഈ മാഷപ്പ് വീഡിയോസ് ഇല്ലേ, അതെങ്കിൽ അതിനൊക്കെ ഒരു പ്രത്യേക രീതിയുണ്ട്. ഇത് അങ്ങനെയില്ല. അതിനേക്കാൾ സ്പീഡിൽ ചില ഷോട്ടുകളൊക്കെ എവിടുന്നൊക്കെ കയറി വരുന്നു, എന്തൊക്കെ ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ബഹളമാണ് ഇതിൻ്റെ പ്രശ്നം. വെറുതെ എവിടുന്നൊക്കെയാണോ കിട്ടുന്നിടത്തുനിന്നും പറ്റുന്നിടത്തുനിന്നും ഒക്കെ വലിച്ചു വരിട്ടിട്ടുണ്ട്. ഞാനിത് ഈ സിനിമൻ്റെ ഒരു വിധി എവിടെ കുറിച്ചു എന്നറിയോ? തുടക്കത്തിൽ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്കറിയാം, എന്നോട് പറഞ്ഞതാ. അതുകൊണ്ടാണ് അതായത് ഞാൻ ഇരുന്ന് പറഞ്ഞു പോയിട്ടോ നോക്കണ്ട. തുടക്കത്തിൽ എപ്പോഴാണെന്നറിയോ, ആദ്യത്തെ കുറച്ച് സാധനം ഇതെങ്ങനെ തന്നെ അവതരിപ്പിച്ചതായിരിക്കാമെന്ന് കരുതി. അതും കഴിഞ്ഞ ആളുടെ ഇൻട്രോ, ആ ജിം എടുക്കുന്ന സാധനമല്ലേ, അത് വന്നപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞ്. പിന്നെ ബോയ്സ് നേരി കാണിച്ചു. പിന്നെ മോയെ സമീപനം വ്യക്തമായി അപ്പൊ തന്നെ പറഞ്ഞു. പിന്നെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടല്ലോ. ഞാൻ എപ്പോഴും അങ്ങനെ ചിന്തിക്കുന്ന ആളാണ്. അപ്പൊ തന്നെ പറഞ്ഞു അത് കഴിഞ്ഞ് ഇനി നോക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പിന്നെയും വിചാരിച്ചോണ്ടിരിക്കുവോ ഇനി പഴയതൊക്കെ വരാണ്ടല്ലോ. ഞാൻ എപ്പോഴും അങ്ങനെ ചിന്തിക്കുന്ന ആളാട്ടോ. കുറച്ച് തുടങ്ങി കുറച്ച് മോശം ഉണ്ടെങ്കിലും അടുത്ത് സെറ്റ് ആവുമായിരിക്കും. പക്ഷെ അത് പിന്നീട് കണ്ടപ്പോൾ ബാക്കി സമാധാനമായി. എന്തായാലും PK ട്രോൾസിൻ്റെ ഒരു സ്പെഷ്യൽ ട്രോൾ വീഡിയോ, ഇതിൻ്റെ റിവ്യൂ ഒക്കെ വന്നതിന് ശേഷമുള്ള ഒരു ട്രോൾ വീഡിയോ ആണ്. ഓക്കെ, കാണാം. ഓക്കെ, കറക്റ്റ് സീനാട്ടോ. മൊത്തത്തില് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അത് തന്നെ ഈ പടത്തിനെ കുറിച്ച് പറയാനുള്ളൂ. കാരണം ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടർക്ക് ₹1 ഇട്ടത് ഇതാണ് ആളാണിത് ആദ്യം പറഞ്ഞത് തുടക്കം പറഞ്ഞത് എന്തുവാന്നുള്ളത്. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്, പടം ശോകം പടമായിപ്പോയി. സത്യമായിട്ട് ഒന്നിനെ കൊള്ളൂല. ഒരു പ്രതീക്ഷിച്ച വന്ന അത്ര ഒന്നും ഇല്ല പടം. ശോകം അങ്ങനെ പറഞ്ഞു. പടം കൊള്ളൂല ബ്രോ, കൊള്ളൂല. പൊന്നെണ്ണ മൂഞ്ച പടം എന്ന് പറയാൻ മൂഞ്ച പടം. ഇതുപോലൊരു മനം കണ്ടി ഇടക്കാലത്ത് ഇറങ്ങിയിട്ടില്ല. സത്യം പറഞ്ഞാണല്ലോ, സൂര്യാന്തര നട ഒഴിച്ച് ഈ പടത്തിൽ ബാക്കി ഒന്നും കൊള്ളൂല. തമിഴ് ഫിലിം ഇൻഡസ്ട്രീസ് ആൻസർ ടു ബാഹുബലി ആൻഡ് KGF.
ഞാനത് രാജ സത്യം പറയാലോ തിയേറ്ററിൽ ഇരുന്നിട്ട് അസഹിഷ്ണുത കാരണം ചത്തു. അതിന്റെ തോറ്റിന്റെ കാരണം ഇനി അങ്ങോട്ട് ഞാനില്ല, പോയോടത്തോളം മതിയായി. മ്യൂസിക് കൊള്ളൂല, VFX കൊള്ളൂല, 3D കൊള്ളൂല, പടത്തിന്റെ മേക്കിംഗ് കൊള്ളൂല, കഥ കൊള്ളൂല, പദം പടം പുറകിൽ മതം മതം മതം. ചില സമയത്ത് ഇറങ്ങി പോയാലോ വരെ മനസ്സിൽ തോന്നിപ്പോയി. വിട്ടുപോയല്ലോ ഇതിനുള്ളിൽ എന്നാണ് തോന്നിപ്പോയത്. രണ്ടര മണിക്കൂർ കേൾക്കുമ്പോ വിഷമങ്ങളൊക്കെ തോന്നും, പലയിടത്തും നടന്നിട്ടുള്ള കാര്യം. ട്രെയിലർ കണ്ട് വിചാരിക്കുന്ന സാധനമല്ല, ആ ഒരു റേഞ്ച്, ആ ഒരു ഫയർ നടക്കുന്ന സാധനം എന്നൊക്കെ നമ്മളെ പടത്തിൽ കാണുമ്പോൾ വിചാരിക്കുക. അല്ലെങ്കിൽ ശിവ ഉദ്ദേശ സാധനങ്ങൾ അതൊക്കെ ആണെങ്കിലും വന്നിട്ടുള്ള അതൊന്നുമല്ല. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. അതാണ് കറക്റ്റ്. കൈ കിട്ടിയിട്ടുണ്ട് ശിവനെ. ശരിയാണ്, അക്ഷരൊക്കെ വേസ്റ്റ് ചെയ്ത് ഒരു 50 ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ എങ്ങനെ ഇരിക്കും? അമ്മാതിരി ഒരു എന്താലേ വന്നില്ലല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ പോണു. എന്താണോ ശിവയുടെ കങ്കുവ സംസാരിക്കാൻ സമയമില്ല ബാഹു, ഞാൻ പോണു. ഇതെന്തുവാ ഇതുപോലൊരു ഊമ്പിയ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ മേഖല, ഇതിന്റെ സ്ക്രിപ്റ്റ് സൂപ്പറല്ലേ? ഇത് കിട്ടുന്നത് നീ മേടിച്ചു മോനെ ചങ്കര. മണ്ടൻ മരങ്ങോടാ, മാറ്റമില്ല, മാറാൻ ഉദ്ദേശമില്ല, പണ്ടത്തെ പോലെ തന്നെ. രാവിലെ 4 മണിക്ക് പോയിട്ട് 5 മണിക്കാണ് പടം തുടങ്ങിയത്. അത് തന്നെ അവലക്ഷണം. അതിനെല്ലാം കൂടെ ഈ ചിരുത്തെ ശിവയ്ക്ക് എന്താണ് ഇദ്ദേഹത്തിന്റെ കുഴപ്പം എന്ന് മനസ്സിലാവുന്നില്ല. അക്കരെ നിൽക്കണ പശുവിനെ കണ്ട് ഇക്കരെ നിൽക്കണ മൂരി മുക്കര ഇട്ട പശുവിന് ചെന പിടിക്കില്ല. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലായി. എന്തൊക്കെ ബഹളായിരുന്നു. 2000 crore എതിർപ്പാത്തിട്ട് നീ 1000 crore അയ്യോ സോറി സർ. Any creator, any director അടുത്തത് film industry സൂര്യണ്ണ ഇപ്പഴാ വാ അടച്ചിട്ടില്ല. അതെ, തുറന്ന വെച്ചതാ. അന്ത വിട്ടിട്ട് ஹிட்ல இருந்து மெகா ஹிட் பிளாக் பஸ்டருக்கு கொண்டு போறது யாரு டவுட்ஃபுல்லா இருக்காங்களோ அவங்க தான் இதுல சர்ப்ரைஸா. ഇതൊക്കെ സീരിയസ് ആയിട്ട് തന്നെയാണോ? അതാ ഞാൻ ആലോചിച്ചത്. കഷ്ടം. ഒരുപാട് മലയാള സിനിമകളിലും മറ്റ് ഇന്ത്യൻ ഭാഷ ചിത്രങ്ങളെ ചെയ്യുന്ന പോലെ ഇതിനും ഉണ്ട്. എന്റെ പൊന്നോ വേണ്ട, എനിക്ക് നിമ്മ ജയിക്കില്ലല്ലേ. വേച്ചെടുക്കുന്നുണ്ട്. ഇനിയും വെയിറ്റ് பண்ணണം. സമയം എടുക്കും. സൂര്യ 44 നമ്മൾ പിടിക്കും. அங்கிருந்து பாகுபலி ட்ரிபிள் ஆர் பார்த்தாச்சு. தமிழ் ஃபிலிம் இண்டஸ்ட்ரிஸ் ஆன்சர் டு பாகுபலி அண்ட் KGF. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ജീവിതത്തിൽ വറ്റടി കയറ്റമായിരിക്കുമെന്ന്. പൂജനിപ്പ് എവിടാണ് വിചാരം? മുക്ക് എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും. ഞാൻ പോട്ടെ, ദൈവം കാക്കട്ടെ. എന്നെ ദൈവമേ, എനിക്ക് തോന്നുന്നതേ ജ്ഞാനവേദരാജന്റെ മനസ്സിലൊരു ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ഫസ്റ്റ് ദിവസം കൊണ്ട് തന്നെ മുടക്കിയ പൈസ മൊത്തം തിരിച്ചു പിടിക്കണം. അതിനുള്ള പണിയൊക്കെ അയാള് ചെയ്തു വെച്ച്. സത്യം പറയട്ടെ, വെറുതെ തള്ളിയിട്ട് വെറുതെ നല്ല തള്ളിയത്. ഇവരുടെ വിചാരം ഈ സാധനം സൂപ്പറാണെന്നാണ്. സത്യം പറയാം, ഇവർക്ക് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ട് ഇവരുടെ കയ്യിൽ. ഇതിൻ്റെ സ്റ്റോറി ഇവർ നറേറ്റ് ചെയ്ത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് ഒരുപാട് ആൾക്കാർ കൂടിയിരുന്ന് ഒരു വലിയ പ്രോസസ്സിങ് പരിപാടി കഴിഞ്ഞിട്ടാണല്ലോ അത് സിനിമയാക്കി ഇറക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന കാര്യങ്ങൾ നടക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് അവരുടെ ഉള്ളിലറിയാം. പക്ഷേ ഇത് സിനിമയിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളത് അത് പ്രേക്ഷകർക്ക് അറിയുള്ളൂ. അത് കിട്ടുന്നില്ല എന്നുള്ളത് പ്രൊഡക്ഷൻ ടീമിനോ അല്ലെങ്കിൽ ഡയറക്ഷൻ ടീമിനോ മനസ്സിലായിട്ടില്ല. ഇനി ആക്ടറിൻ്റെ വഴിയാണെങ്കിൽ അതും ആർക്കും ഇത് മനസ്സിലായിട്ടില്ല. അതാണ് സത്യം. ഡയറക്ടറാണ് ഇതിൻ്റെ ഒക്കെ ഉള്ളിലുള്ള ആള്. അതെ, ഇതിൻ്റെ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ദുരന്താക്കിയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഒന്നും കൺവേ ആവുന്നില്ല. ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ, അത് ആവശ്യമില്ലാത്ത സാധനമാണ് കൂടുതൽ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. സിനിമ തന്നെ ആവശ്യമില്ലാത്തതായിരുന്നു.
അതൊരു സത്യം. എന്തായാലും സൂര്യ 44-ൽ നമ്മുടെ സൂര്യണ്ണൻ തിരിച്ചു വരുമെന്നുള്ളതാണ് പ്രതീക്ഷ. കാരണം അത് കാർത്തിക് സുബരാജാണ്. ലൈനപ്പൊക്കെ ഭീകരം തന്നെയാണ് സൂര്യന്റെ ബാക്കിയുള്ളത്. അതെ, എന്താണെങ്കിലും തിരിച്ചു വരാൻ സമയം എടുക്കും. പക്ഷേ കുറച്ച് ടൈം എടുക്കും. വേറെ കാര്യമുണ്ട്, സൂര്യ ഫാൻസിനോടാണ് ഇത് ആദ്യത്തെ അനുഭവമായിരിക്കും അല്ലേ? അതായത് അതങ്ങോട്ട് താങ്ങാൻ പറ്റുന്നില്ല. സത്യമായിട്ട് അതായത് ഈ ഒരു ലെവലിൽ എത്ര മോശം സിനിമ വന്നാലും സൂര്യക്ക് ഇത്രയും ദുരന്തമായ ഒരു അവസ്ഥ ഒരു സിനിമ ഉണ്ടായിട്ടില്ല. സത്യം. വളരെ മോശമായാലും ആളുടെ കരിയറിൽ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടർ, അഭിനയം, മൊത്തത്തിൽ അതായത് ആൾക്ക് ഒരുപാട് പരിമിതികളുണ്ട് എന്ന് വിളിച്ചു പറയുന്ന ഒരു കഥാപാത്രം ഒരു സിനിമ, അത് ആദ്യമായിട്ടായിരിക്കും തോന്നുന്നു. എന്താ ഇതിനൊക്കെ കേട്ടല്ലോ നമ്മളെ ചെറുക്കന്മാര് തന്നെ വിജയ് ഫാൻസ് സത്യമായിട്ടും പറയാം. ഇനി എന്തൊക്കെ ഒരു അതായത് മിക്സ്ഡ് റെസ്പോൺസ് വന്ന ലിയോയ്ക്ക് പോലും അവർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് വിജയുടെ ട്രോൾ വെച്ചിട്ട്. അന്നൊക്കെ നല്ല ആഘോഷം ഇത്രേ ഉള്ളൂ. കൊണ്ടും കൊടുത്തും തഴമ്പ് വന്നവരാണ് വിജയ് ഫാൻസ്. അതൊരു സത്യം കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെയുള്ള സമയങ്ങളിൽ അവരെ കണ്ടുപിടിക്കണം, അതായത് എങ്ങനെ ഇങ്ങനത്തെ ദുരന്തങ്ങൾ നേരിടണം എന്നുള്ളത്. അവരെപ്പോഴും അടുത്ത വിജയ് പടം അത്രേ ഉള്ളൂ. ഇതേപോലെ തന്നെ വിചാരിച്ചാൽ അടുത്ത സൂര്യ പടത്തിൽ പിടിക്കാം. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണ്. എന്താണെങ്കിലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.